പഴയ കാലത്ത് വൈക്കത്തും സമീപ പ്രദേശങ്ങളും മാരകമായ രോഗങ്ങൾ പിടിപെടുകയും രോഗശാന്തി കാണാതെ ഭക്തജനങ്ങളും നാട് ഭരിക്കുന്ന രാജാവും വളരെ വിഷമിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ദൈവത്തിനെ വരുത്തി ഒരു ദേവപ്രശ്നം വയ്ക്കുകയും ഇതിൻ്റെ പരിഹാരമായി കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും ചെയ്തു. അവിടെ ദേവിയുടെ വെളിപാടുണ്ടായി 12 വർഷത്തിലൊരിക്കൽ ഞാൻ വൈക്കത്ത് വടക്കുപുറത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അതനുസരിച്ച് എനിക്ക് ക്ഷേത്രാചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷിപ്പിച്ചാൽ ഇതിനെല്ലാം ഒരു ശമനം ഉണ്ടാകുമെന്നും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരിച്ചിരുന്ന രാജാവും ഭക്തജനങ്ങളും വൈക്കത്ത് വന്ന് വടക്കുപുറത്ത് പാട്ട് എന്ന ചടങ്ങ് തുടങ്ങി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദനാപുരം ക്ഷേത്രത്തിൽ നിന്നും മൂത്തേടത്തുകാവ് ഭഗവതിയിലേക്കും തൈക്കാട്ടുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലേക്കും ദേശനാലപ്പുരി എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം മൂത്തേടത്തുകാവിലെ ദേശനാലപ്പുരി ചടങ്ങ് കഴിഞ്ഞാണ് പിറ്റേ ദിവസം ഈ പാട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ 41 ദിവസം മുമ്പ് ഒരു പ്ലാവ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പന്തിരടി പൂജയ്ക്ക് വെളിച്ചപ്പാടിന് വാള് കൊടുത്ത് ആ വെളിച്ചപ്പാട് അവിടെ പോയി പ്ലാവിൽ 3 പ്രാവശ്യം കൊത്തുകയും ആ പ്ലാവ് നിലം തൊടാതെ വെട്ടിമുറിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കുവശം ഈ കളം വരയ്ക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിൽ 41 ദിവസത്തേക്ക് പൂജകളും നിവേദ്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്. ഈ പ്ലാവ് ഒരു ദേവീ സങ്കല്പത്തിൽ അവിടെ 40 ദിവസവും നിൽക്കുകയാണ്. അതിനുശേഷമാണ് ഈ കളമെഴുത്തും പാട്ടും തുടങ്ങുന്നത്. കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞ് പിറ്റേ ദിവസം കളമെഴുത്തും പാട്ടും ആരംഭിക്കുന്നു. കളം വരയ്ക്കുന്നത് പുതുശ്ശേരിക്കുറുപ്പന്മാരാണ്. ആദ്യത്തെ ദിവസം 8 കയ്യ്, പിന്നെ 16 കയ്യ്, പിന്നെ 32 കയ്യ്, പിന്നെ അവസാന ദിവസം 64 കൈകളും ഭഗവതിയുടെ വാഹനമായ വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്നതായിട്ട് കളം വരയ്ക്കുന്നത്. ഇതിൽ വലതുവശം ദേവചൈതന്യവും ഇടതുവശം അസുര ചൈതന്യവുമായിട്ടാണ് സങ്കല്പം. ഇത് കഴിഞ്ഞ് ഈ കളമെഴുത്തും പാട്ടും 12-ാം ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ഒരു ധൃതിയോടുകൂടിയാണ് ഇത് സമാപിക്കുന്നത്.